ആദ്യ കാഴ്ചയിൽ തന്നെ ഇത് കേരളമാണെന്ന് വിശ്വസിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാകും. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ്. അടൂരിലെ അബിഗെയിൽ ആൻഡ് എയ്ഡൻസ് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റേഷൻ. കാലാവസ്ഥാ മാറ്റങ്ങളും ഉയരുന്ന കൃഷിച്ചെലവും കുറഞ്ഞ വരുമാനവും കാരണം പരമ്പരാഗത കൃഷിയിൽ നിന്ന് പലരും പിന്മാറുന്ന ഈ കാലത്ത് വ്യത്യസ്തമായ ചിന്തയിലൂടെ വിജയത്തിന്റെ പുതിയ അധ്യായം എഴുതുകയാണ് ഈ ഫാം. എൻ്റെ വെള്ളിയില ഇത് 360 തൂണുണ്ട്, 1400 മൂടുണ്ട്. പിന്നെ 3 വർഷമായി ഇപ്പം നട്ടിട്ട്. 9 മാസത്തിൽ കായ്ക്കും. പിന്നെ എൻ്റെ വളവെന്ന് പറഞ്ഞാൽ ചാണകം, കോഴിവളം, ഇത് രണ്ടും മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. പിന്നെ അതിൻ്റെ തണ്ടുകളെല്ലാം നീളത്തിൽ വരുന്നത് വെട്ടിക്കളയണം. പൂത്താൽ 28 ദിവസം വേണം അത് ഫലമാകണമെങ്കിൽ. പിന്നെ അതിന് ദിവസം ഒരാളതിൻ്റെ കൂടെ വേണം. ഇതിന് ചെറിയ എത്തുകൾ വരും, അത് മൊത്തം വെട്ടിക്കളയണം. ഒറ്റ എത്തിലേ മേപ്പോട്ട് പോകാവും. അങ്ങനെയൊക്കെ. ഇത് 1 ഏക്കറെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. റബ്ബർ ആയിരുന്നെന്ന് പറയുന്നു. ഞാൻ അന്നേരം ഒന്നും ഇല്ലല്ലോ. ഇവിടെ അതിൻ്റെ മൂട്ടിൽ ഇതെല്ലാം ചെറിയ ശിഖരങ്ങൾ വരും, അതെല്ലാം വെട്ടിക്കളയണം. പിന്നെ പോച്ച ഉണ്ടെങ്കിൽ അത് മൊത്തം ഞുള്ളി പറിക്കണം. പിന്നെ പഴുത്ത കാ പറിക്കണം, അത് വിൽക്കണം. എൻ്റെ ജോലി അതൊക്കെയാണ്. വളമിടണം, പിന്നെ കരിയില വാരിക്കൊണ്ടിടും പോച്ച വിളിക്കാതിരിക്കാൻ. ഇതൊക്കെയാണ് എൻ്റെ ജോലി. രാസവളമൊന്നും ചെയ്യത്തില്ല ഞങ്ങൾ. ചാണകവും കോഴിവളവും മാത്രമേ ചെയ്യത്തുള്ളൂ. 9 മാസം. 9-ാം മാസത്തിൽ കായ്ക്കും. നമ്മൾ അത് നോക്കുന്നത് പോലെ ഇരിക്കും. വളം ചെയ്ത് നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും. 9-ാം മാസത്തിൽ കായ്ക്കും. ഞാനിവിടുന്ന് തൈകൾ കൊടുക്കുന്നുണ്ട്. കൊണ്ടുപോയവരെല്ലാം 9-ാം മാസത്തിൽ കായ്ച്ചെന്ന് പറഞ്ഞു. തൈ ഉണ്ട് വിൽക്കാൻ. ഒരെണ്ണം 75 രൂപ, കവറിൽ വെച്ചതാണേ 100 രൂപ. തൈ ഇഷ്ടം പോലെ ഉണ്ട് കൊടുക്കാൻ. ഇഷ്ടം പോലെ ആളുകൾ ദൂരം നിന്നെല്ലാം വരുന്നുണ്ട്. എന്നും വന്ന് തൈ വാങ്ങിക്കുന്നുണ്ട് ആളുകൾ. 1 കിലോയ്ക്ക് 180 രൂപ. ഇവിടെ തന്നെ വെക്കുന്നത്, വേറെ എങ്ങും വെളിയിൽ കൊടുക്കുന്നില്ല. അതിവിടെ ചിലവാകുന്നു. ഇവിടെ തികയത്തില്ല വിൽക്കാൻ. എത്ര ഉണ്ടെങ്കിലും ഇവിടെ ചിലവാകും. മെക്സിക്കോയുടെ മണ്ണിൽ ജനിച്ച ഡ്രാഗൺ ഫ്രൂട്ട് ഇന്ന് കേരളത്തിന്റെ മണ്ണിലും പ്രതീക്ഷയുടെ വിത്തായി വളരുകയാണ്. കാഴ്ചയിലെ ഭംഗി മാത്രമല്ല, ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിലും ഡ്രാഗൺ ഫ്രൂട്ട് ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധ നേടുന്ന ഒരു പഴമാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറെ അനുയോജ്യമാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി. ഓരോ തൂണിനും പിന്നിൽ കൃത്യമായ ആസൂത്രണം, ഓരോ ചെടിക്കും പിന്നിൽ ദിവസങ്ങളായുള്ള പരിചരണം, ഓരോ പഴത്തിനും പിന്നിൽ അധ്വാനത്തിന്റെ മധുരം. കൃഷി വെറും ഉപജീവനമല്ല, പുതിയ സാധ്യതകളുടെ ലോകമാണെന്ന് തെളിയിക്കുന്ന ഒരു മാതൃകയാണ് അബിഗെയിൽ ആൻഡ് എയ്ഡൻസ് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റേഷൻ. ഒരു പ്രശ്നമില്ല. ഇത് അതുപോലെ നട്ടിരിക്കുക, തൂണ് താത്ത് നട്ടേക്കുക. അതുകൊണ്ട് ഇതിന് ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇത് 25 വർഷം നിൽക്കുമെന്നാ കൊച്ചൻ പറയുന്നത്. നല്ല കായ് ഉണ്ട്. കാ നമ്മൾ ഇന്നൊരു ഏപ്രിൽ 15-ാം തീയതി പൂത്താൽ മെയ് പകുതി ആകുമ്പോഴത്തേന് നമുക്ക് കായ എടുക്കാം. 28 ദിവസം ആകുമ്പോൾ കാ പറിക്കും. പിന്നെ ഈ കാ പറിച്ചു വരുമ്പോഴേ ഇത് പൂക്കും. പിന്നെ 28 ദിവസം ആകുമ്പോൾ നമുക്ക് കാ പറിക്കാം. അങ്ങനെ ഏപ്രിൽ പൂപ്പ് തുടങ്ങിയാൽ മെയ് ഓഗസ്റ്റ് 30 വരെയും കാ പറിക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ഏപ്രിലേ പൂക്കത്തുള്ളൂ. അതുവരെ നമ്മൾ ഒരാൾ ഇതിൻ്റെ കൂടെ വേണം. ഒരു തവണയുള്ള 6 മാസം. അവരോട് ഞങ്ങൾ ഇത് പോണൊക്കെ എല്ലാ കാര്യങ്ങളും പറയും. എന്നിട്ട് അതിൻ്റെ ആയത്ത് ശിഖരം വരുന്നത് മൊത്തം വെട്ടിക്കളയണം, ഒറ്റ ശിഖരത്തിലെ മേപ്പോട്ട് വിടാമെന്നും തൂണിന്നത് വെക്കണമെന്നും. ഒരു തൈ വാങ്ങിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ PVC പൈപ്പിൽ വെക്കാൻ പറയും. ഇത് 4 മൂടായതുകൊണ്ട് ഇത്രയും കട്ടി. ഇനിയിപ്പം ഞങ്ങൾ ഇതിൻ്റെ കുറേ അങ്ങ് വെട്ടിക്കളയും അകത്തുനിന്ന്. പിന്നെ ഇടയ്ക്ക് അകത്തുനിന്ന് വെട്ടിക്കളഞ്ഞെങ്കിലേ വെയിറ്റ് കുറയത്തുള്ളൂ, അല്ലേ തൂണിയായത്തില്ല. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യ പണിക്കൊക്കെ ആരെയും വിളിക്കും. ഞാൻ തന്നെ എല്ലാ പണിയും ചെയ്യും. ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടെ വിൽക്കുക, പറിക്കുക, രാവിലെ പറിക്കുക, വിൽക്കുക. അന്ന് തികയത്തില്ല. അന്നന്ന് തന്നെ തീരും. അന്നല്ല, ഇത് പൂത്താലും ഇപ്പം ഇത് ഈ പ്രാവശ്യം കാ കുറവാണ്. 4-5 ദിവസം അടുപ്പിച്ചിരുന്ന് വിൽക്കാനുള്ള കായുണ്ട്. ഇനിയിപ്പോൾ പൂത്ത് വരുന്നത് 4-5 ദിവസം അടുപ്പിച്ച് വെക്കാൻ വരും. ഇത് കുറച്ചേ ഉള്ളൂ. ഇത് 1-2 ദിവസം കൊണ്ട് തീരും. അപ്പോൾ പിന്നെ തികയത്തില്ല ഇവിടെ വിൽക്കാൻ. അതുപോലെ എല്ലാം വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുമ്പളം നടും, വെള്ളരി നടും, മത്ത നടും. ഇതെല്ലാം ഞാൻ നടുന്നതാണ്. നെയ്ക്കുമ്പളങ്ങ ഉണ്ട്, വലിയ കുമ്പളങ്ങ ഉണ്ട്.
എല്ലാം ഞാൻ വിൽക്കും, എനിക്ക് പൈസ എടുത്ത് തരും. കുമ്പളങ്ങയുടെ എല്ലാം പൈസ എനിക്കാണ്. കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഒരു പുതിയ മുഖമാണ് ഈ ഫാം.